CPM സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂരിൽ CPMന് 101 സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. IT വകുപ്പിന് നൽകിയ കണക്കിൽ കാട്ടിയത് ഒരു കെട്ടിടം മാത്രം 7 വസ്തുക്കൾ വിൽപ്പന നടത്തിയെന്നും വിവരമുണ്ട്. രാഗിനുണ്ട്. രാഗിൻ, ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് CPMനെ വിടാൻ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ വിടാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഒരു ലക്ഷ്യവുമില്ല അല്ലെങ്കിൽ ഒരു തീരുമാനവുമില്ല എന്നൊക്കെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല CPMന് ഒരു ശനിദശ കൂടിയാണ്. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഈ പുതിയ കണ്ടെത്തലുകളിൽ എന്തൊക്കെയാണ് പറയുന്നത്? നേരത്തെ ഈ രഹസ്യ അക്കൗണ്ട് കരുവന്നൂരിൽ CPMനെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ സഹകരണ ബാങ്കുകളിലായി തൃശ്ശൂരിലെ തന്നെ ഏകദേശം 10-25ഓളം അക്കൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളായി പ്രവർത്തിച്ചു എന്നും ED കണ്ടെത്തിയിരുന്നു. ഈ വിവരങ്ങൾ മേൽത്തട്ടിലേക്ക് പ്രത്യേകിച്ചും RBIയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെയും മറ്റും അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇൻകം ടാക്സ് കൂടി ഈ ഒരു ചിത്രത്തിലേക്ക് വന്നത്. ഇവിടെ MM വർഗീസിനെ ഇൻകം ടാക്സും ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇൻകം ടാക്സ് ഈ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ കോടിക്കണക്കിന് രൂപ ആ അക്കൗണ്ടിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM സ്വത്ത് വിവരങ്ങളും മറച്ചുവെച്ചു എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അതായത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏകദേശം 101ഓളം സ്ഥാവര ജംഗമ സ്വത്തുക്കൾ CPMനുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിച്ചതിൽ നിന്ന്. എന്നാൽ ഇൻകം ടാക്സിനടക്കം CPM നൽകിയിരിക്കുന്നത് അവിടുത്തെ ജില്ലാ ആസ്ഥാനത്തിൻ്റെ വിവരം മാത്രമാണ് എന്നതാണ് പറയുന്നത്. നേരത്തെ അവിടെ ചില ഈ പാർട്ടി ഓഫീസ് പ്രാദേശിക തലത്തിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് വിരിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നോക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പല കാര്യങ്ങളും കാണിക്കാത്തതിന് മേൽ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട് എന്നാണ് ED സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ നോക്കുന്നത്. ഇന്ന് MM വർഗീസിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PK ബിജുവിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. അത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ MM വർഗീസിനോട് ഈ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ച് പാർട്ടിയുടെ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചോദിച്ചിരുന്നു. പക്ഷേ ED വ്യക്തമാക്കുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയില്ല എന്നതാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊപ്പം ഇൻകം ടാക്സ് കൂടി ചിത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ട് ഏജൻസികളും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ ഈ ഇൻകം ടാക്സ് ആണെങ്കിലും ED ആണെങ്കിലും കടന്നേക്കാം. PK ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ CPMന്റെ അന്വേഷണ കമ്മീഷനിലെ അംഗമായിരുന്നു. മാത്രമല്ല സതീഷിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അരവിന്ദാക്ഷൻ്റെ മൊഴിയടക്കമുള്ള കാര്യങ്ങളുമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് MM വർഗീസിനെയും ചോദ്യം ചെയ്യുന്നത് രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസി കടന്നേക്കും. നേരത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ട് ഏജൻസികളുടെയും നീക്കം ഇപ്പോൾ ത്വരിതഗതിയിൽ മുന്നോട്ട് നീങ്ങുന്നത്.